രാജമ്മയുടെ വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിലുള്ള ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പശു വീണത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് വിഴിഞ്ഞത്തുനിന്ന് ഫയർഫോഴ്സ് എത്തി. വായുസഞ്ചാരമില്ലാത്ത കിണറ്റിൽ പശുവിനായി ആദ്യം ഓക്സിജൻ സിലിണ്ടർ കെട്ടിയിറക്കി. പിന്നാലെ ഏണിയും ഇറക്കി. ഇതോടെ പശു ഏണിയിൽ തലവെച്ച് നിന്നു. ഏണിക്ക് നീളം കുറവായതിനാൽ കെട്ടി നിർത്തുകയായിരുന്നു. പിന്നാലെ ഫയർ റെസ്ക്യൂ ഓഫീസർ രാജീവ് കിണറ്റിലിറങ്ങി. ഹോസും കയറും ഉപയോഗിച്ച് പശുവിനെ ബന്ധിച്ചാണ് കരയ്ക്കെത്തിച്ചത്. കിണറ്റിൽ 30 അടിയോളം വെള്ളമുണ്ടായിരുന്നു. 1 മണിക്കൂറിലേറെ പണിപ്പെട്ടാണ് പശുവിനെ പുറത്തെത്തിച്ചത്. 10 അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മൃഗമായാലും ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടാൽ രക്ഷിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഇടപെടൽ പ്രശംസനീയമാണ്. ഇപ്പോൾ എനിക്കിത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ സമാനമായൊരു വാർത്ത, ഒരു ഷവർമ ഉണ്ടാക്കുന്നതിൽ മുടി കുരുങ്ങി രക്ഷപ്പെടുത്തിയ, അപ്പോഴും ഫയർഫോഴ്സ് തന്നെയാണ് എത്തിയത്. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് അങ്ങനെയുള്ള ഒരു വാർത്തയും കൂടി എത്തുകയാണ്. പറയൂ, എന്താണ് ഉണ്ടായത്? എങ്ങനെയായിരുന്നു അവിടുത്തെ ഇടപെടലൊക്കെ? ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഈ അടുത്ത കാലത്ത് നമുക്ക് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ വന്ന വാർത്ത, പെൺകുട്ടിയുടെ മുടി ഷവായ മെഷീനിൽ കുടുങ്ങി അവസാനം ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്തേണ്ട ഒരവസ്ഥ. അപ്പം അത്തരത്തിൽ മനുഷ്യജീവനും ഒപ്പം ഇപ്പം മൃഗത്തിൻ്റെ ജീവനായാലും എന്ത് തരത്തിലായാലും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ സമാനമായ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ആ ഓരോ സംഭവത്തിലും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനവും ഏകീകരിച്ചുകൊണ്ട് പോകുന്ന പ്രവർത്തനം കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആ ദൃശ്യത്തിൽ പശുവിനെ കാണുന്നില്ല. അത് 70 മീറ്റർ ദൂരത്തിലുള്ള അല്ലെങ്കിൽ അത്രയും താഴമുള്ള കിണറാണ്. ആ കിണറ്റിലാണ് പശു വീണത്. അപ്പം അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. പക്ഷേ ഓക്സിജൻ പോലും ഇല്ലാത്ത കിണറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആദ്യം ചെയ്തത് ഓക്സിജൻ സിലിണ്ടർ കെട്ടിയിറക്കി പശുവിന് ശ്വാസം കൊടുക്കുന്ന തരത്തിലേക്ക് ആ എക്യുപ്മെൻറ്റിനെ മാറ്റം ചെയ്തു. അതിനുശേഷം ഇറങ്ങി ഏണിയൊക്കെ വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ എന്തായാലും മനുഷ്യജീവന്, മനുഷ്യൻ്റെ വസ്തുവകകളുടെ നഷ്ടം ഇതൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് ഏറ്റെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ പല യൂണിറ്റ് ഓഫ് ഫയർഫോഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ആദ്യത്തെ വാർത്ത ഞാൻ പറഞ്ഞത് രാജാജി നഗറിലെ ഫയർഫോഴ്സ് ആണ്. ഇപ്പോഴത്തേത് വിഴിഞ്ഞത്തെയാണ്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പശു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമല്ല. കാരണം ഓരോ ജീവനും വിലപിടിപ്പുള്ളതാണെന്ന് ഉള്ള ഒരു വാർത്തയും സന്ദേശവും ഒക്കെ അവർ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. വെറും ഒരു കാക്ക എന്ന് പലപ്പോഴും ആ വാർത്തയിൽ വന്ന കമൻറ്റുകളാണ്. വെറും ഒരു കാക്ക കുടുങ്ങിയപ്പോൾ പോലും ഫയർഫോഴ്സ് എത്തി അതിനെ രക്ഷിക്കുന്ന ഒരു അനുഭവം കൂടെ, നേരിട്ട് കണ്ട ഒരു അനുഭവം കൂടെ എനിക്ക് കൂടെ ഉണ്ട്. അപ്പം എല്ലാ ജീവനും വില മതിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലൊക്കെ തന്നെ ഫയർഫോഴ്സിനെ അഭിനന്ദിക്കുന്നു. കാരണം പലപ്പോഴും ആ കിട്ടുന്ന ശമ്പളത്തിന് അപ്പുറത്തേക്കുള്ള ഒരു തൊഴിലാണ് അവർ ചെയ്യുന്നത്. കാരണം 24 മണിക്കൂർ തന്നെ പലപ്പോഴും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലുള്ള ഓരോ ഉദ്യോഗസ്ഥനും ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന 10ഓളം വരുന്ന ടീമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൂടെ അഭിനന്ദനങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ജീവനുള്ള ഒന്നാണ്. അതിപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും എന്ത് തന്നെയായാലും അതിനെ രക്ഷിക്കുക എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ പലരും ഈ വാർത്ത കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അവരുടെ ഡ്യൂട്ടി അല്ലേ എന്നുള്ളത്. ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ അവർക്കൊരു പ്രശംസ നൽകുക എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ്. ഗോകുൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സമാനമായി തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ പോലും ചെയ്യുന്ന പ്രവൃത്തി, നല്ല പ്രവൃത്തി കാണുമ്പോൾ അതിനൊരു പ്രശംസ നൽകുക അല്ലേ? ശരി ഗോകുലേ.